മേപ്പിൾ ലീഫ് ഫോർ എവർ. മേപ്പിൾ മരത്തിന്റെ കഥ ഇഷ്ടായില്ലേ? ഈ മേപ്പിൾ മരങ്ങളിൽ നിന്നാണ് തേൻ പോലെ മധുരിക്കുന്ന മേപ്പിൾ സിറപ്പ് എടുക്കുന്നത്. റബ്ബർ മരങ്ങളിൽ പാലെടുക്കാൻ ചിരട്ട വെക്കാറില്ലേ? അതുപോലെ മേപ്പിൾ മരങ്ങളിലും ഓരോ പാത്രങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ടാകും. മരത്തിലെ നീര് ശരിക്ക് കിട്ടണമെങ്കിൽ രാത്രി 0 ഡിഗ്രിയും പകൽ ചൂടും വേണം. മരങ്ങളിൽ ചെറുതായി ഡ്രിൽ ചെയ്തിട്ടിരിക്കുന്നത് ഉപ്പ കാണിച്ചു തന്നിട്ടുണ്ട്. ഡ്രിൽ ചെയ്തിടത്ത് ആണി വെച്ചടയ്ക്കും. നീരെടുക്കാൻ സമയമാകുമ്പോഴാണ് ഈ ആണികൾ വലിച്ചൂരുക. അപ്പോൾ മരത്തിൽ നിന്ന് നീര് പതുക്കെ പാത്രങ്ങളിലേക്ക് ഇറ്റി വീഴും. പാത്രങ്ങളിൽ നിറയുന്ന നീര് ശേഖരിച്ചു കൊണ്ടുവന്ന് വലിയൊരു ചെമ്പിൽ ഒഴിച്ച് തിളപ്പിക്കും. തിളച്ച് വറ്റുമ്പോഴാണ് മധുരമുള്ള സിറപ്പ് കിട്ടുന്നത്. പലതരം മേപ്പിൾ മരങ്ങളുണ്ട്. മധുരം കൂടുതൽ ഷുഗർ മേപ്പിൾ മരത്തിലെ നീരിനാണ്. കറിയൊന്നുമില്ലെങ്കിൽ ചൂടുള്ള അപ്പത്തിൽ മേപ്പിൾ സിറപ്പ് ഒഴിച്ച് ഉമ്മ തരാറുണ്ട്. ചിലപ്പോൾ ഓട്സിലും പഞ്ചാര ഇടുന്നതിന് പകരം ഇതൊഴിക്കും. ഞാനും ചക്കരയും ഉമ്മ അറിയാതെ മേപ്പിൾ സിറപ്പ് എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. സാൽമൺ മീനില്ലേ, അതിൽ മേപ്പിൾ സിറപ്പും സോയാ സോസും തിരുമ്മി പിടിപ്പിച്ച് ബേക്ക് ചെയ്ത് ഇവിടെയുള്ളവർ കഴിക്കുന്നത് പോലെ തിന്നാൻ ചക്കരയ്ക്ക് ഇഷ്ടാ. ഉമ്മ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ കഴിക്കൂല. ഉമ്മയ്ക്കിഷ്ടം മത്തിയാണ്. ആരും അവന്റെ കൂടെ കഴിച്ചില്ലെങ്കിൽ ചക്കര പിണങ്ങും. അതുകൊണ്ട് ഞാനും ഉപ്പായും കുറച്ചെടുത്ത് രുചിച്ചു നോക്കും. വലിയ വലിയ ആളുകളെയൊക്കെ ആദരിക്കില്ലേ, അതുപോലെ കഴിഞ്ഞ വർഷം ടൊറന്റോയിൽ ഒരു മേപ്പിൾ മരത്തിനെ ആദരിച്ചു. സത്യമായിട്ടും 3 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും കടപുഴങ്ങി വീണ സിൽവർ മേപ്പിൾ മരത്തിനാണ് ആ ഭാഗ്യമുണ്ടായത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം നടക്കാനിറങ്ങിയതായിരുന്നു ടൊറന്റോയിലെ സ്കൂൾ മാഷ്. മാഷിന്റെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന സിൽവർ മേപ്പിൾ മരത്തിൽ നിന്ന് ഒരു ഇല കാറ്റിൽ പാറി അലക്സാണ്ടർ മുയിർ എന്ന മാഷിന്റെ ചുമലിൽ വീണു. അന്ന് രാത്രി അദ്ദേഹം എഴുതിയതാണത്രേ മേപ്പിൾ ലീഫ് ഫോർ എവർ എന്ന കാനഡയുടെ അനൗദ്യോഗിക ഗാനം. ഇംഗ്ലീഷിനോട് ഏറെ ആഭിമുഖ്യമുള്ള ഈ ഗാനം കാനഡയിലെ ഫ്രഞ്ച് സംസാരിക്കുന്നവർക്ക് തീരെ ഇഷ്ടായില്ല. അതായിരിക്കും മേപ്പിൾ ലീഫ് ഫോർ എവർ ദേശീയ ഗാന തിരഞ്ഞെടുപ്പിൽ നിന്ന് ഔട്ടായത്. ഇതൊക്കെ ഹിസ്റ്ററി ക്ലാസ്സിലെ കഥയല്ലേ? കഥയൊന്നും അറിയാതെ ടൊറന്റോയിലെ ജനങ്ങൾ മുത്തശ്ശി മരത്തെ അളവില്ലാതെ സ്നേഹിച്ചു. അവസാനം തളർന്നു നിലംപൊത്തിയപ്പോഴും മുത്തശ്ശി മരത്തെ അവർ വിട്ടില്ല. മണ്ണിൽ അലിയാൻ അനുവദിക്കാതെ ആ മരത്തിന്റെ ശാഖകൾ മുറിച്ച് കാനഡയുടെ നാനാഭാഗങ്ങളിൽ എത്തിക്കുന്ന വിപുലമായ ചടങ്ങിന് തുടക്കം കുറിച്ചത് 2014 മാർച്ച് 8-നായിരുന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് മരത്തടിയിൽ ഈർച്ചവാൾ തൊട്ടത്. ഇത് കാണാൻ സ്കൂളിൽ നിന്ന് ഞങ്ങളൊക്കെ പോയിരുന്നു. അറ്റുവീഴുന്ന മരക്കഷ്ണങ്ങളിൽ തൊട്ടു തലോടാൻ ആളുകൾ ശബ്ദമുണ്ടാക്കാതെ വരിയായി നിന്നു. മേപ്പിൾ ലീഫ് ഫോർ എവർ എന്ന ആ പഴയ പാട്ട് അറിയുന്നവർ അത് പതുക്കെ മൂളുന്നുണ്ടായിരുന്നു. എനിക്കതിന്റെ ആദ്യത്തെ വരി മാത്രമേ അറിയൂ. മരത്തിന്റെ ചെറു ചീളുകൾ പെറുക്കിയെടുത്ത് ആളുകൾ വീടുകളിൽ സൂക്ഷിച്ചു വെക്കാൻ കൊണ്ടുപോയി. ഈ മരത്തിന്റെ വലിയ കഷ്ണങ്ങൾ ഓട്ടവയിലെ പാർലമെന്റ് ഹില്ലിലെത്തും. സ്പീക്കറുടെ ചേംബർ ഈ മരത്തടി ഉപയോഗിച്ച് പുതുക്കി പണിയാനാണ് സർക്കാർ തീരുമാനം. ബാക്കിയുള്ളത് കൊണ്ട് കലാകാരന്മാർ വലിയൊരു ശില്പം ഉണ്ടാക്കുകയാണ്. ശില്പത്തിന്റെ പണി ഏകദേശം പൂർത്തിയാകാറായി. കഴിഞ്ഞ മാസം മ്യൂസിയത്തിൽ ആളുകളെ കാണിക്കാനായി വച്ചിരുന്നു. ആ പാട്ടിന്റെ പേര് പോലെ തന്നെ എന്നെന്നും നിലനിൽക്കുവാനുള്ള ഭാഗ്യം സിൽവർ മുത്തശ്ശി മരത്തിന് മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ.